ഫ്രണ്ട്സ്, ഇന്ന് ഒരു ഡയപ്പറിൻ്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഈസി ടെഡി ബേബി ഡയപ്പർ പാൻ്റാണ്. ടെഡി എന്ന് പറയുന്ന കമ്പനിയുടെ ഡയപ്പർ പാൻ്റാണ്. അപ്പോൾ വലിയൊരു പാക്കറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ മേടിക്കുമ്പോൾ അവരുടെ സൈസ് വെയിറ്റ് അനുസരിച്ചായിരിക്കും മേടിക്കുന്നത്. അപ്പം 7 മുതൽ 12 കിലോ വരെ വെയിറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് മീഡിയം സൈസാണ്, അത് നോക്കിയാണ് മേടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയപ്പർ സ്യൂട്ട് ആവത്തില്ല. അതാണ് നമ്മളത് നോക്കി വേണം എപ്പോഴും മേടിക്കാൻ. അപ്പം ഇതിനകത്ത് 74 എണ്ണം ഉണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ ഇവർ എഴുതി വെച്ചിരുന്നത് 10 മണിക്കൂർ ഇത് അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. 10 മണിക്കൂർ വരെ ഇത് ലീക്ക് ആവില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതുണ്ട്, സുസു മാനേജ്മെൻറ്റ് ടെക്നോളജി ഉണ്ട്. അതുപോലെ അൾട്രാ എയറി ബ്രീത്തബിൾ എന്നും പറഞ്ഞിട്ട് കവറിൻ്റെ മണ്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒരു പിടി വന്നിട്ടുണ്ട്, കണ്ടോ, ഇങ്ങനെ ഒരു പിടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ ഇതെങ്ങനെയാണ് നാപ്പ് യൂസ് ചെയ്യേണ്ടതെന്നും അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നും ഉള്ളത് കാണിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ ഇത് ഡയപ്പർ എങ്ങനെയാണ് ഇടുന്നതെന്നും. അതേപോലെ തന്നെ സൈഡ് കീറിയിട്ടായിരിക്കണം നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഇപ്പോഴും ആൾക്കാർ വലിച്ച് താഴോട്ട് ഊരി കളയുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. ഈ സൈഡ് ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ടാണ് ഇത് ഊരി നമ്മൾ കളയേണ്ടത് ഡയപ്പർ എപ്പോഴും. അത് ഇവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഇടേണ്ടതെന്നും എങ്ങനെയാണ് ഊരേണ്ടതെന്നും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസറ്റിലൊന്നും നിക്ഷേപിക്കല്ല. ഇതതുപോലെ വേസ്റ്റ് ബിന്നിലെ കൊണ്ടിടാവൂ. അതുപോലെ ഇതിനകത്ത് 2 ടൈം എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഊരിയിട്ട് പിന്നെ ഇടുക, അങ്ങനെ 2 പ്രാവശ്യമായിട്ടൊന്നും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഒറ്റ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുക, ഡിസ്പോസ് ചെയ്ത് കളയുക, അങ്ങനെയാണ് ഇതിൻ്റെ ഇതും. അതുപോലെ തന്നെ ഇതിനകത്ത് ലാറ്റക്സ് ഇല്ല എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഈ പിടി ഉണ്ടല്ലോ, ഈ പിടി ഇവിടെ ഇങ്ങനെ ഡോട്ട് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ ഇങ്ങനെ പിടിച്ചൊരു വലി വലിച്ചാൽ മതി, അതങ്ങ് കീറിപ്പോരും. ഞാനിത് ഞാനൊന്ന് ഓപ്പൺ ആക്കിയായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഡോട്ടായിട്ട് കിടപ്പുണ്ട്. അപ്പം അതൊക്കെ പിടിച്ചതേണ്ട ഇങ്ങനെ അങ്ങ് വലിച്ചാൽ മതി, ഇതിങ്ങനെ അങ്ങ് ഓപ്പണായി വരും. ഇത്രയും ഓപ്പൺ ആക്കണ്ടായിരുന്നു, ഞാൻ സാധാരണ ആക്കത്തില്ല. ഇപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തപ്പോൾ ഇത്രയും ഓപ്പണായി പോയാണ്. അപ്പം നമുക്കൊരു ഡയപ്പർ എടുത്തു നോക്കാം എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു ഡയപ്പറിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു ഡയപ്പർ എടുത്തിട്ടുണ്ട്. അത് കാഴ്ചയിൽ നല്ല ഭംഗിയൊക്കെ എടുത്താൽ ഇവിടെ ഇങ്ങനെ കിളിയുടെ പടമോ എന്തൊക്കെയോ പൂവിൻ്റെ പടമോ അങ്ങനെയൊക്കെ കുറേ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, കണ്ടോ, ഫ്രണ്ട് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഡയപ്പർ കുഞ്ഞിന് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കാലിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഈ 2 കാലിൻ്റെ ഇതിനകത്തോട് ഇങ്ങനെ കൈ കയറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തണം. എന്നിട്ട് നമ്മൾ ഡയപ്പർ ഇടിപ്പിക്കാവും കുഞ്ഞിന്. ഇതിങ്ങനെ ഒട്ടിയൊക്കെ ഇരിക്കും. ഞാൻ വേറൊന്നുകൂടെ എടുത്ത് കാണിക്കാം. ചിലത് ഒട്ടിയൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഭയങ്കര ഇതുണ്ടല്ലേ, ഇങ്ങനെ അപ്പോൾ അവിടെ നൂരാതൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിനകത്തോട് ഇങ്ങനെ കൈ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഡയപ്പർ കുഞ്ഞിന് ഇട്ട് കൊടുക്കാനും. അപ്പം ഡയപ്പറിൻ്റെ ഇവിടെ കണ്ടോ, ഇത് ലീക്ക് ആകാതിരിക്കാനുള്ളതാണ്. ഇതിങ്ങനെ കാലെ ഒട്ടിയിരിക്കും, ഒരു ഇതുണ്ട്. അപ്പം ഇത് ലീക്ക് ആവത്തില്ലെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ഉണ്ടെങ്കിൽ. ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അവർ പറയുന്നത് ഈ സംഭവം നമുക്ക് ഇത് തിരിച്ചൊന്ന് വെച്ച് നോക്കാം. ഇത് തിരിച്ചിടാം. ഡയപ്പർ തിരിച്ചിട്ട് കഴിയുമ്പോൾ അതേപോലെ തന്നെ ക്രോസ് ആയിട്ട് ഉണ്ടോ, ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് അതിൻ്റെ ഇത് പോകുന്നത്. അതുപോലെ തന്നെ ഇതാ ബ്ലൂ കളറ് ഇതുണ്ട്. ഇത് പിന്നെ പ്യുവർ കോട്ടനാണ്. ഇതിനകത്ത് ജെല്ലൊന്നും അങ്ങനെ വരുന്നില്ലെന്നാണ് പറയുന്നത്. മറ്റേ സിലിക്ക ജെല്ലൊന്നും വരുന്നില്ല. അപ്പോൾ സ്കിൻ റാഷസ് ഒന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഇത്രയും ഒരു പാക്കറ്റിൽ 999 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അതാത് സമയത്തെ ഓഫർ കാണും. അത് നോക്കി നമുക്ക് മേടിക്കാൻ പറ്റും. നമ്മുടെ ഡയപ്പറിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കാണും കേട്ടോ. നമുക്ക് കുഞ്ഞിൻ്റെ വെയിറ്റ് അനുസരിച്ച് കുഞ്ഞുങ്ങൾക്കും വലിയ കുഞ്ഞുങ്ങൾക്കും ഇടുമ്പോൾ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഇപ്പം ന്യൂ ബോൺ എന്ന് പറയുമ്പോൾ 5 കിലോ വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ന്യൂ ബോൺ ആയിട്ടും, അതുപോലെ 4 to 8 കിലോ ഉള്ള കുഞ്ഞുങ്ങൾക്ക് സ്മോൾ സൈസ്, പിന്നെ 7 to 12 മീഡിയം സൈസ്, അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെ വളർച്ചയ്ക്കനുസരിച്ച് ഇതിൻ്റെ വെയിറ്റ് വ്യത്യാസം വരും. നമ്മൾ മന്ത് നോക്കുന്നതിനേക്കാട്ടും നല്ലത് എപ്പോഴും വെയിറ്റ് നോക്കുന്നതായിരിക്കും. അപ്പം വെയിറ്റ് കുറവുള്ള ഒരു കുഞ്ഞിന് ഞാനിപ്പോൾ ഈ മീഡിയം സൈസ് ഇട്ടാൽ, ഇപ്പോൾ ന്യൂ ബോൺ ഒരു കുഞ്ഞിന് ഈ മീഡിയം സൈസ് ഇട്ടാൽ ഇത് വലുതായിരിക്കും. വലുതാകുമ്പം
ഇത് കണ്ടോ, ഈ ഈ ഒരു കനമേ അതിൻ്റെ കാലിന് കാണത്തുള്ളെങ്കിൽ ഈ ഡയപ്പർ ഇട്ട് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ ലൂസായിട്ട് കിടക്കും കണ്ടോ. അങ്ങനെ അങ്ങനെയാണ് കൂടുതലും ഡയപ്പറൊക്കെ ലീക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ അത് നോക്കി മേടിക്കുക. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ എപ്പോഴും ഈ ഒരു സാധനം നമ്മുടെ കുഞ്ഞിൻ്റെ കാലയിൽ ഫിറ്റായിട്ടിരിക്കണം. കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് ഇതുപോലെ ഇതിങ്ങനെ ഇങ്ങനെ ഫിറ്റായിട്ട് നിൽക്കും. ഫിറ്റായിട്ട് നിൽക്കുന്ന പറയുമ്പോൾ ഈ അകത്തെ ഇത് കണ്ടോ, അതിങ്ങനെ ഫിറ്റായിട്ടിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഡയപ്പർ ഇടേണ്ടത്. അപ്പോൾ ഇത്രയോടെ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു സൂൺ.